ജനങ്ങളുടെ ക്ഷേമൈശ്വര്യങ്ങൾ ഉറപ്പുവരുത്തുന്നതും വേദസംസ്കാരത്തിന്റെ പുരോഗതിക്ക് പര്യാപ്തവുമായ പ്രവർത്തനങ്ങളിൽ അദ്ദേഹം ഏർപ്പെട്ടു. അംബാലവ്യൂഹം ജനങ്ങൾ അദ്ദേഹത്തിന്റെ ദയയിലും ദയാലുത്വത്തിലും ധീരതയിലും നീതി നിശ്ചയിക്കുന്നതായി പ്രജകൾ പറഞ്ഞു. താൻ വഹിക്കുന്ന സ്ഥാനത്തിന് അനശ്വരമായ പ്രാധാന്യം അദ്ദേഹം കൈവരുത്തിയെന്നെല്ലാവരും അഭിപ്രായപ്പെട്ടു. വനത്തിൽ തപശ്ചര്യയിലേർപ്പെട്ടിട്ടുള്ള തപസ്വികളുടെ രക്ഷണത്തിലും ക്ഷേമത്തിലും രഘു പ്രത്യേകം ശ്രദ്ധ കാണിച്ചു. അവർക്ക് യാതൊരു ഉപദ്രവവും നേരിടാതിരിക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും അദ്ദേഹം തന്നെ സ്വീകരിച്ചു. അതിന്റെയെല്ലാം ഫലമായി തപസ്വികളുടെ അനുഗ്രഹവും കാരുണ്യവും അദ്ദേഹത്തിന് നിർലോഭം ലഭിച്ചു. ഒരു ദിവസം വരതന്തുവിന്റെ ശിഷ്യനും താപസ വിദ്യാർത്ഥിയുമായ കൗൽസു വിദ്യാഭ്യാസം പൂർണ്ണമാക്കിയ ശേഷം കൊട്ടാരത്തെത്തി. ഗുരുദക്ഷിണ കൊടുക്കാനായി തന്നെ സഹായിക്കണമെന്ന് ആ യുവാവ് അഭ്യർത്ഥിച്ചു. അതിനാവശ്യമായ ധനം രഘു യുവതാപസന് നൽകി. തനിക്ക് ലഭിച്ച തുക വളരെ ശുദ്ധമായതാണെന്നതിൽ കൗൽസു വളരെ സന്തോഷിച്ചു. ജനങ്ങൾക്കൊരു ദ്രോഹവും ചെയ്യാതെ അവരിൽ നിന്നും പിരിച്ചെടുത്തതായിരുന്നു ആ പണം. അത്രയും അവർ സന്തോഷത്തോടും കൃതജ്ഞതയോടും കൂടി കൊടുത്തതായിരുന്നു. അജൻ ആവശ്യമായ സംഖ്യയല്ലാതെ ഒരു ചെറുകാണയം പോലും കൂടുതൽ രഘുജനങ്ങളിൽ നിന്നും പിരിച്ചെടുത്തിരുന്നില്ല. കാരണം അദ്ദേഹം എപ്പോഴും ദൈവകോപത്തെ ഭയപ്പെട്ടിരുന്നു. വളരെ സ്നേഹത്തോടും പരിഗണനയോടും കൂടിയാണ് പണം കൗൽസുവിന് കൊടുത്തത്. അതിന്റെ ഫലമായി കൗൽസുവിന് അതിററ്റ ആനന്ദവും നന്ദിയുമുണ്ടായി. അദ്ദേഹത്തിന്റെ ഹൃദയം നിറഞ്ഞിരുന്നു. ആ യുവതപസി രാജാവിനോട് സ്നേഹമസൃണമായി പറഞ്ഞു, അങ്ങയ്ക്കടുത്തുതന്നെ ഒരു പുത്രനുണ്ടാവാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. അവൻ ലോകപ്രശസ്തനായിത്തീരും. അനന്തരം അദ്ദേഹം രാജസന്നിധിയിൽ നിന്നും പോയി. ഈ യുവതാപസന്റെ അനുഗ്രഹത്താൽ 10 മാസങ്ങൾക്കുശേഷം രഘുവിനൊരു പുത്രൻ പിറന്നു. വൈരക്കല്ലുപോലെ വെട്ടിത്തിളങ്ങുന്ന The text and image link to .png reads as follows. ഒരു കുട്ടി. മതപരമായ ചടങ്ങുകളോടെ നാമകരണകർമ്മം കൊട്ടാരത്തിലെ പുരോഹിതന്മാർ തന്നെ നിർവഹിച്ചു. അവൻ അജൻ എന്ന് പേര് വിളിച്ചു. സുന്ദരനായിരുന്നു അജൻ. അവൻ വളരെ പ്രസരിപ്പുള്ള ബാലനായി വളർന്നുവന്നു. അജൻ എല്ലാ കലകളും ശാസ്ത്രങ്ങളും പഠിക്കണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ വിജ്ഞാനശാലിയായ ആ രാജകുമാരൻ അവയിലോരോന്നിലും പ്രവീണനായിത്തീർന്നു. മഹാവിദ്വാനെന്നും സകലകലാവല്ലഭനെന്നുമുള്ള അവന്റെ പ്രശസ്തി നാടാകെ പരന്നു. പിതാവിനുണ്ടായതുപോലെ പുത്രനിൽ ഭരണഭാരമർപ്പിച്ചുകൊണ്ട് വനത്തിലേക്ക് മാറി ഈശ്വരധ്യാനത്തിൽ കഴിഞ്ഞുകൂടാനുള്ള ആഗ്രഹം രഘുവിനും ഉണ്ടായി. പട്ടാഭിഷേകം എന്ന പേരിൽ ഭരണാധികാരം പുത്രന് കൈമാറ്റം ചെയ്യാനും സർവ്വതാ അനുരൂപയായ ഒരു രാജകുമാരിയുമായി അജന്റെ വിവാഹം നടത്താനും ആവശ്യമായ ഒരു കന്യകയെല്ലാം ചെയ്യാൻ ചക്രവർത്തി മന്ത്രിമാരോട് ആവശ്യപ്പെട്ടു. മഗധാധിപനായ ഭോജരാജാവിന്റെ ഭഗിനി രാജകുമാരിയായ അജന്റെ ജീവിതസഖിയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. അജന്റെ സിംഹാസനാരോഹണത്തിനുശേഷം രാജാവും രാജ്ഞിയും വനത്തിൽ അവർ തയ്യാറാക്കിയ ആശ്രമത്തിലേക്കു മാറി. തന്റെ പ്രേമവതിയായ സഹധർമ്മിണിയോടുകൂടി അജൻ തന്റെ ജ്ഞാനവും സഹാനുഭൂതിയും കൊണ്ട് പ്രജകളുടെ ഭക്ത്യാദരങ്ങൾ സമ്പാദിച്ചു. രഘു ഉദ്ദേശിച്ച രാജ്യഭരണരീതിയും മാർഗങ്ങളും ഒട്ടും തെറ്റിക്കാതെ അജൻ ഭരണകാര്യങ്ങൾ നിർവഹിച്ചു. താൻ അഗാധമായി സ്നേഹിക്കുന്ന ഇന്ദുമതിയുടെ പ്രതിഫലനവും പ്രതിരൂപവുമെന്ന നിലയിൽ അദ്ദേഹം രാജ്യത്തെയും രാജ്യനിവാസികളെയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തു. അതിന്റെ ഫലമായി അദ്ദേഹത്തിന്റെ ഹൃദയം സുഖവും ആഹ്ലാദവും കൊണ്ട് പരിപൂർണമായി. പ്രകൃതിയുടെ പ്രഭാവവും സൗന്ദര്യവും ദർശിച്ചാനന്ദിച്ചുകൊണ്ട് ആ രാജദമ്പതികൾ മനോഹരങ്ങളായ വനസങ്കേതങ്ങളിൽ ദിവസങ്ങളും ആഴ്ചകളും ചെലവഴിക്കുക പതിവായിരുന്നു. ദശരഥൻ. ഇതിനിടയിൽ രാജ്ഞി ഒരു പുത്രനെ പ്രസവിച്ചു. ആനന്ദത്തിൽ ആറാടി. മാതാപിതാക്കൾ ഈ വാർത്ത കുലഗുരുവായ വസിഷ്ഠനെ അറിയിച്ചു. ആ ശിശുവിനാവശ്യമായ ശൈശവകർമ്മങ്ങൾ യഥാവിധി നിർവഹിക്കപ്പെട്ടു. അവൻ ദശരഥൻ എന്ന പേരിടുകയും ചെയ്തു. ദശരഥൻ ഓമനയായി വളർന്നു. എല്ലാ ശക്തിയും ആനന്ദവും. Here is the transliteration of its content. തന്നിൽ ആഞ്ഞെന്ന വിധം കുട്ടി കൈകാലുകൾ ഇളക്കിയും വീശിയും കളിച്ചു. ആ കൊച്ചുമിടുക്കൻ ആനന്ദമുണ്ടുകയും വളരുകയും എല്ലാവർക്കും ആനന്ദപ്രദാനം ചെയ്യാൻ ജീവിക്കുകയുമാണെന്ന് തോന്നി. ഒരു ദിവസം പ്രകൃതിയുടെ മടിത്തട്ടിൽ സുഖവിശ്രമം കൊള്ളുന്നതിനുവേണ്ടി പതിവുപോലെ അജനും ഇന്ദുമതിയും വനത്തിലേക്ക് പോയി. അന്നത്തെ പ്രശാന്തതയും ഉദാത്തതയും മറ്റു ദിവസങ്ങളിലുള്ളതിനേക്കാൾ കൂടുതലായി അവരെ ആകർഷിച്ചു. അവർ മരത്തണലിലിരുന്ന് നർമ്മസല്ലാപത്തിലേർപ്പെട്ടു. പെട്ടെന്നാണ് വളരെ ശക്തിയോടെ ഗതിവേഗത്തോടെ കാറ്റടിച്ചു തുടങ്ങിയത്. അത് വർണ്ണനാതീതമായ ഒരു സൗരഭ്യം വഹിച്ചിരുന്നു. ദിവ്യസംഗീതത്തിന്റെ വശീകരണ ശക്തിയുള്ള വികാരനിർഭരമായ സ്വരങ്ങൾ അവർക്ക് കേൾക്കാൻ കഴിഞ്ഞു. അവർ എഴുന്നേറ്റ് ഈ അസാധാരണ സിദ്ധികളുടെ ഉറവിടം അറിയാനായി നാലുപാടും അന്വേഷണം നടത്തി. തങ്ങളുടെ തലയ്ക്കുമീതെ
വളരെ ഉയരത്തിൽ മേഘങ്ങൾക്കിടയിലൂടെ ബ്രഹ്മാവിന്റെ മാനസപുത്രനായ നാരദർ എങ്ങോ തിരക്കിട്ടുപോകുന്നത് കണ്ടു. അങ്ങനെ നോക്കി നിൽക്കെ മഹർഷി മൂർധാവിൽ ചൂടിയിരുന്ന പൂമാലയിൽ നിന്നും ഒരു പൂവ് കെട്ടഴിഞ്ഞു കാറ്റിലുയർന്ന നേരെ ഇന്ദുമതിയുടെ ശിരോമധ്യത്തിൽ പതിച്ചു. ഇതുകണ്ട് അജൻ അത്ഭുതപ്പെട്ടു. പക്ഷേ ഉത്തരക്ഷണത്തിൽ രാജ്ഞിബോധം കെട്ടു നിലത്തു വീണു. അപ്പോൾ തന്നെ അന്ത്യശ്വാസം വലിച്ചു. അദ്ദേഹം ഞെട്ടിപ്പോയി. പ്രാണപ്രിയയുടെ മരണം രാജാവിനടക്കാനാവാത്ത ദുഃഖമുണ്ടാക്കി. അദ്ദേഹത്തിന്റെ വിലാപം വനാന്തരത്തെ ആദ്യന്തം പിടിച്ചു കുലുക്കി. സഹാനുഭൂതിയാൽ ഭൂമി കുലുങ്ങി. വൃക്ഷങ്ങളെല്ലാം രാജാവിന്റെ ഹൃദയം നിറഞ്ഞ് വഴിഞ്ഞൊഴുകിയ ദുഃഖം കണ്ട് നിശ്ചലരായി നിന്നു. അജന്റെ വാവിട്ടു വിലാപം നാരദൻ കേട്ടു. ആ ദുഃഖത്തിൽ രാജാവിനെ സമാശ്വസിപ്പിക്കുന്നതിനായി അദ്ദേഹം ഭൂമിയിലേക്കിറങ്ങിവന്നു. അദ്ദേഹം പറഞ്ഞു, രാജാവേ, മരണം വന്നുപെട്ടാൽ വ്യസനം കൊണ്ടൊരു ഫലവുമില്ല. ജനനമരണങ്ങൾക്ക് അധീനമാണ് ശരീരം. ജനനം എങ്ങനെയെങ്ങനെയോ വരുന്നുവോ അങ്ങനെ മരണവും വരുന്നു. അവയെന്തിൻ സംഭവിക്കുന്നുവെന്ന അന്വേഷണത്തിനുള്ള ശ്രമം ഭ്രാന്തവൃത്തിയാണ്. ഈശ്വരന്റെ പ്രവൃത്തികൾ കാര്യകാരണ ശൃംഖലയ്ക്ക് അതീതമാണ്. അതിന്റെ കാരണം സാധാരണ ബുദ്ധിക്ക് മനസ്സിലാകില്ല. അവരുടെ ആലോചനാശക്തിക്കെത്തവാന് കഴിയുന്നിടത്തോളം അവർ കാര്യങ്ങളെ ഊഹിച്ചെടുക്കുന്നു. തന്റെ പരിധിക്കപ്പുറത്തുള്ള ഒരു വസ്തുവിനെപ്പറ്റി ബുദ്ധിക്ക് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും? ശരീരികൾക്ക് മരണം അനിവാര്യമാണ്. എന്നിരുന്നാലും ഇന്ദുമതിയുടെ മരണം അസാധാരണമായ വിധം പ്രകമ്പനം കൊള്ളിക്കുന്ന സംഭവമാകിയാൽ അതിന്റെ കാരണം താങ്കളോട് പറയാം. നാരദൻ അജനെ അടുത്ത് വിളിച്ചു തുടർന്നു. കേൾക്കൂ. പണ്ട് തൃണബിന്ദു എന്നൊരു മഹർഷി കഠിന തപസ്സനുഷ്ഠിച്ചു തുടങ്ങി. മഹർഷിയുടെ സിദ്ധികളും സമചിത്തതയും പരിശോധിക്കണമെന്ന് ദേവേന്ദ്രൻ തോന്നി. അദ്ദേഹം മഹർഷിയെ ഐന്ദ്രലോകത്തിലേക്ക് ആകർഷിക്കുവാനായി വശീകരണകലയിൽ അതിസമർത്ഥയായ ഹരിണി എന്ന അപ്സരസിനെ വിട്ടു. പക്ഷേ അവളുടെ യാതൊരു തന്ത്രവും മഹർഷിയോട് ഫലിച്ചില്ല. അദ്ദേഹത്തിൽ ഒരു മാറ്റവും വരുത്തുവാൻ അവൾക്ക് കഴിഞ്ഞില്ല. അദ്ദേഹം കണ്ണു തുറന്ന് ഹരിണിയോട് പറഞ്ഞു, നീയൊരു സാധാരണ സ്ത്രീയായി തോന്നുന്നില്ലല്ലോ. ഒരുപക്ഷേ നീയൊരു ദേവസ്ത്രീയായിരിക്കാം. ശരി, നീ ആരായാലും ഒരു ഹീനകാര്യം ചെയ്യാനൊരുങ്ങിയതിന് ഉചിതമായ ശിക്ഷ അനുഭവിച്ചേ തീരൂ. നീ സ്വർഗ്ഗത്തിൽ നിന്നും അധപ്പതിച്ച് മനുഷ്യസ്ത്രീയായി ജനിക്കൂ. ശപിച്ച ശേഷം മഹർഷി വീണ്ടും കണ്ണടച്ച് ധ്യാനനിരതനായി. ഹരിണി ഭയപ്പെട്ടു വിറച്ചു. പശ്ചാത്താപശ്രുക്കൾ പൊഴിച്ചു. തന്നെ മാപ്പാക്കണമെന്നും സ്വർഗ്ഗത്തിൽ നിന്നും തന്നെ നിഷ്കാസനം ചെയ്യാനുള്ള തീരുമാനം മാറ്റണമെന്നും ശാപമോക്ഷം തരണമെന്നും താണുകേണ് അപേക്ഷിച്ചു. ഹൃദയഭേദകമായ ഈ അപേക്ഷ കേട്ടപ്പോൾ മഹർഷിയുടെ കോപം അല്പം കുറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഹേ, ഉച്ചരിച്ചു കഴിഞ്ഞ ശാപവാക്കുകൾ തിരിച്ചെടുക്കുവാൻ എനിക്ക് സാധ്യമല്ല. പക്ഷേ നീ ശാപമുക്തയാവുന്ന ഒരു സന്ദർഭം ഞാൻ സൂചിപ്പിക്കാം. കേൾക്കൂ. സ്വർഗ്ഗത്തിൽ നിന്നും ഒരു പുഷ്പം നിന്റെ ശിരസിൽ പതിക്കുന്ന സമയത്ത് നിന്റെ മർത്യശരീരം വീഴും. നിനക്കപ്പോൾ സ്വർഗ്ഗത്തിലേക്ക് മടങ്ങാം. ആ ദേവസ്ത്രീയാണ് ഇന്ദുമതി. അവളിന്ന് മോചിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ ധരിച്ച മാലയിൽ നിന്നും ഒരു പുഷ്പമൂർന്ന് അവളുടെ തലയിൽ പതിച്ചപ്പോൾ അവൾ ശാപമുക്തയായി. ഇതിനെപ്പറ്റി എന്തിനു ദുഃഖിക്കണം? അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. രാജാവിന്റെ ധർമ്മങ്ങളെപ്പറ്റിയും ഉത്തരവാദിത്തങ്ങളെപ്പറ്റിയും നാരദൻ സംസാരിച്ചു. ജീവന്റെ ക്ഷണിക പ്രകൃതിയെപ്പറ്റിയും ജനിച്ച ജീവികളുടെയെല്ലാം അവസാനവിധിയായ മരണത്തിന്റെ രഹസ്യഭാവത്തെപ്പറ്റിയും അദ്ദേഹം വിവരിച്ചു. അനന്തരം നാരദൻ ആകാശമാർഗേണ യാത്ര തുടർന്നു. പ്രിയതമയെ രക്ഷിക്കാൻ കഴിയാതെ അജൻ അവരുടെ ശവസംസ്കാര കർമ്മങ്ങളെല്ലാം ചെയ്ത് തലസ്ഥാന നഗരിയിലെത്തി. അദ്ദേഹത്തിന് താങ്ങാനാവാത്ത ദുഃഖമുണ്ടായിരുന്നു. അസ്വസ്ഥമായ അദ്ദേഹത്തിന്റെ ഹൃദയത്തിന് തെല്ലെങ്കിലും ആശ്വാസം നൽകാനും ജീവിതം തുടർന്നുപോകാനുള്ള ഇച്ഛ അദ്ദേഹത്തിലുണ്ടാക്കാനും ദശരഥന് മാത്രമേ കഴിഞ്ഞുള്ളൂ. ചക്രവർത്തി ദിവസങ്ങൾ ശോകമൂകമായി തള്ളിനീക്കി. അപ്പോഴേക്കും ദശരഥൻ പ്രായപൂർത്തിയെത്തിയ യുവാവായി കഴിഞ്ഞിരുന്നു. അതിനാൽ രാജാവ് രാജ്യം അദ്ദേഹത്തിന് നൽകി. അനശനവ്രതം ആചരിക്കുവാനുള്ള ദൃഢനിശ്ചയത്തോടുകൂടി സരയൂ നദീതീരത്തിൽ കഴിച്ചുകൂട്ടി. ജീവിതം നിലനിർത്താനുള്ള ആഹാരം സ്വയം നിഷേധിച്ചുകൊണ്ട് അദ്ദേഹം ജീവിതം അവസാനിപ്പിച്ചു. ഈ വാർത്ത കേട്ട ഉടനെ ദശരഥൻ സരയൂ നദീതീരത്തേക്ക് കുതിച്ചു. പ്രിയപിതാവിന്റെ ദേഹവിയോഗത്തിൽ വിലപിച്ചു. അദ്ദേഹം ശവസംസ്കാര സംബന്ധമായ എല്ലാ കർമ്മങ്ങളും യഥാവിധി നിർവഹിച്ചു. ഒരു വ്രതാചരണത്തിൽ കൂടിയാണ് പിതാവ് ജീവത്യാഗം ചെയ്തതെന്ന വസ്തുത അദ്ദേഹത്തിന് തെല്ലൊരാശ്വാസം നൽകുകയുണ്ടായി. അദ്ദേഹം ആ വസ്തുതയിൽ നിന്നും ശക്തി സമാഹരിച്ച് സർവ്വവിധത്തിലുള്ള കഴിവും ഉപയോഗിച്ച് ഭരണകർത്താവെന്ന നിലയിൽ തന്റെ ധർമ്മങ്ങൾ വീണ്ടും ആചരിച്ചുടങ്ങി. അതിന്റെ ഫലമായി ചുരുങ്ങിയ കാലത്തിനുള്ളിൽ ഉദയസൂര്യകിരണങ്ങളെപ്പോലെ അദ്ദേഹത്തിന്റെ കീർത്തി എല്ലാ ദിക്കുകളെയും പ്രശോഭിപ്പിച്ചു. 10 രഥങ്ങൾ ഒന്നായി ബന്ധിച്ച് സവാരി ചെയ്യുമ്പോൾ അദ്ദേഹത്തിൽ കണ്ട നിർഭീകതവും കർമ്മകുശലതയും കാരണമായി ദശരഥൻ എന്ന പേര് അന്വർത്ഥമായി. സമകാലികരായ രാജാക്കന്മാർ അദ്ദേഹത്തിന്റെ പരാക്രമം ഭയന്ന് ദശരഥനോട് കൂറും ഭക്തിയും പ്രകടിപ്പിച്ചു. അതുല്യനായ വീരനും
സദ്ഗുണങ്ങളുടെ ഉത്തമ മാതൃകയും സമുന്നതമായ രാജ്യതന്ത്രജ്ഞനുമെന്ന് ദശരഥ ചക്രവർത്തിയെ ലോകം പുകഴ്ത്തി. Here is the transliteration of the content. 3. അവന് സന്താനമുണ്ടാകരുത്. അവൻ സന്തനം ഉണ്ടക്കരുത്. ലങ്കയിലെ രാക്ഷസരാജാവായ രാവണന് ദശരഥനെയും അദ്ദേഹത്തിന്റെ യശസ്സിനെയും പറ്റി കേട്ടു. അസൂയാലുവായ രാവണന് എങ്ങനെയെങ്കിലും ദശരഥനെ നശിപ്പിക്കണമെന്ന് ചിന്തയിലായി. ദശരഥനുമായോരിട്ടു മുട്ടലിനുള്ള വഴിയെന്തെന്ന് അയാള് ആരാഞ്ഞു. രാവണന് ദശരഥന്റെ അടുത്തേക്ക് ഒരു ദൂതനെ വിട്ടു. തനിക്ക് കപ്പം തരണമെന്നും അതിന് തയ്യാറല്ലെങ്കില് പടക്കളത്തില് നേരിടേണ്ടി വരുമെന്നും അറിയിച്ചു. ഇത്തരം പെരുമാറ്റം മര്യാദയുടെ ലംഘനമാണ്. രാക്ഷസന്മാർക്കല്ലെങ്കിലും എന്തു മര്യാദയാണുള്ളത്? ദൂതന് സംസാരിച്ചത് കേട്ടപ്പോൾ ദശരഥന് പരിഹാസ്യമായി പൊട്ടിച്ചിരിച്ചു. ദൂതന്മാര് നോക്കിക്കൊണ്ടു നിൽക്കെ അദ്ദേഹം അതിനിശിതമായ മാരാസ്ത്രങ്ങള് അയോധ്യയില് നിന്നും അയച്ച് ലങ്കയിലെ നഗരവാദങ്ങള് ബന്ധിച്ചു. ദൂതസംഘത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ദശരഥന് പറഞ്ഞു, നല്ലത് മാന്യരേ, ഇപ്പോൾ നിങ്ങളുടെ നഗരവാതിലുകള് നിങ്ങളുടെ യജമാനന് തുറക്കാനാവുകയില്ല. എങ്ങനെ ശ്രമിച്ചാലും അത് സാധ്യമായിരിക്കും. നിങ്ങളുടെ അതിപ്രസംഗിയായ സ്വാമിക്ക് കൊടുക്കുന്ന കപ്പം അതാണ്. വേഗം മടങ്ങുക. സന്ദേശവാഹകന്മാര് ഭയന്നു മടങ്ങി. അവര് വസ്തുതകള് രാവണനെ അറിയിച്ചു. പരിശോധനയില് ലങ്കാനഗരിയിലെ എല്ലാ പ്രവേശനദ്വാരങ്ങളും ബന്ധിപ്പിക്കപ്പെട്ട നിലയില് കണ്ട രാവണന് ഞെട്ടിപ്പോയി. പടയാളികളെയും യന്ത്രങ്ങളെയും എത്രമേല് പ്രയോജനപ്പെടുത്തി നോക്കിയിട്ടും വാതില് തുറക്കാന് കഴിഞ്ഞില്ല. അങ്ങനെ രാവണന് നാണം കെട്ട നിലയിലായി. അപ്പോള് അസ്ത്രങ്ങളെല്ലാം അയോധ്യയിലേക്ക് തിരിച്ചെത്തി. പടികകളെല്ലാം മലർക്കെ തുറക്കപ്പെടുകയും ചെയ്തു. ലോകത്തിലെ രാജാക്കന്മാരുടെയെല്ലാം അതിശത്യം നേടാന് രാവണന് തീരുമാനിച്ചു. ഇത് ഈശ്വരകാരുണ്യം കൊണ്ടേ സാധിക്കുകയുള്ളൂ. Below is the transcription of the text. ഉള്ളുവെന്ന് മനസ്സിലാക്കിയതിനാൽ ഒരു ശുഭപ്രദേശം തിരഞ്ഞെടുത്ത് തപസ്സാരംഭിച്ചു. അത്യുഗ്രമായിരുന്നു രാവണന്റെ തപസ്. തപസ്സിൽ ബ്രഹ്മാവ് സന്തുഷ്ടനായി. രാവണൻ മുൻപാകെ പ്രത്യക്ഷനായി ഇഷ്ടവരം ദാനം ചെയ്യാൻ നിർബന്ധിതനായി. ബ്രഹ്മാവ് പറഞ്ഞു, നിനക്ക് എന്തു വരമാണ് വേണ്ടത്? ആവശ്യപ്പെട്ടാലും. രാവണഗർവം. ദശരഥനിൽ നിന്നും തനിക്ക് അനുഭവിക്കേണ്ടി വന്ന അവമതി രാവണന്റെ മനസ്സിൽ തിളച്ചുമറിയുകയായിരുന്നു. ദശരഥൻ അദ്ദേഹത്തേക്കാൾ കൂടുതൽ പരാക്രമികളായ പുത്രന്മാരുണ്ടാകണമെന്നും അവരിൽ നിന്നും താൻ കൂടുതൽ അവമതി അനുഭവിക്കേണ്ടി വന്നേക്കണമെന്നും അവന്റെ മനസ്സ് വാദിച്ചു. അതുകൊണ്ട് രാവണൻ ആവശ്യപ്പെട്ടു, പ്രഭോ, ഞാൻ ആവശ്യപ്പെടുന്ന വരം ദാനം ചെയ്ത് എന്നെ അനുഗ്രഹിച്ചാലും ദശരഥൻ സന്താനങ്ങൾ പിറക്കാതിരിക്കട്ടെ. ഇത് കേട്ടപ്പോൾ ബ്രഹ്മാവരുളി, അങ്ങനെ ഭവിക്കട്ടെ. ഇനിയും രാവണൻ എന്തെങ്കിലും അധമമായ വരങ്ങളാവശ്യപ്പെട്ടാലോ എന്ന് കരുതി പെട്ടെന്ന് അപ്രത്യക്ഷനായി. രാവണൻ അഹങ്കാരിയായി നിർഭയനായി തന്റെ പരാക്രമത്തിലും വിജയത്തിലും അമിതമായി ആഹ്ലാദിച്ചുകൊണ്ട് തെളിഞ്ഞു നടന്നു. ഇതിനിടയിൽ മറ്റൊരു പദ്ധതിയെപ്പറ്റി രാവണൻ ചിന്തിച്ചുകൊണ്ടിരുന്നു. അതിങ്ങനെയായിരുന്നു. ദശരഥൻ വിവാഹപ്രായമായ യുവാവായിരിപ്പോൾ. അദ്ദേഹം വിവാഹം ചെയ്യാതിരിക്കുന്നതിനായി എന്തെങ്കിലും ഒരു പദ്ധതി ആസൂത്രണം ചെയ്യാൻ കഴിഞ്ഞാൽ എന്റെ സുരക്ഷിതത്വം കൂടുതൽ ഭദ്രമാകും. രാക്ഷസൻ തന്റെ ബുദ്ധികൗശലം പ്രയോഗിച്ചു നോക്കിയപ്പോൾ കോസലരാജാവിന്റെ മകളെ ദശരഥൻ വിവാഹം ചെയ്യാനുള്ള സാധ്യത തെളിഞ്ഞുകണ്ടു. അതുകൊണ്ട് ആ രാജകുമാരിയെ നശിപ്പിക്കാൻ തന്നെ അവൻ തീർച്ചയാക്കി. വിനാശകാലേ വിപരീത ബുദ്ധി എന്നൊരു ചൊല്ലുണ്ട്. അവൻ വേഷപ്രച്ഛന്നനായി കോസലരാജ്യത്തിൽ കടന്നു രാജകുമാരിയെ തട്ടിക്കൊണ്ടുപോയി. കുട്ടിയെ ഒരു പേടകത്തിലാക്കി കടലിൽ തിരമാലകൾക്കുമേലെ വലിച്ചെറിഞ്ഞു. ഈശ്വരേച്ഛയില്ലാതെ ഒന്നും സംഭവിക്കയില്ലെന്ന സത്യം രാവണന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഈശ്വരേച്ഛ മറ്റൊന്നായിരുന്നു. തിരമാലകൾ തട്ടിത്തട്ടി പേടകത്തെ തീരത്തെത്തിച്ചു. അതെത്തിയത് വിനോദവിശ്രമങ്ങൾക്കായുള്ള ഒരു വിശേഷപ്പെട്ട സ്ഥലത്തായിരുന്നു. പിറ്റേ ദിവസം ദശരഥന്റെ പ്രധാനമന്ത്രി സുമന്ത്രർ അവിടെ വന്ന് ചേരാനിടയായി. ശാന്തമായ ആ സ്ഥലത്തിരുന്ന് വിശ്രമം കൊള്ളുകയും രാജ്യത്തിലെ പ്രശ്നങ്ങൾ സ്വയം ഒരു ചർച്ചയ്ക്ക് വിധേയമാക്കുകയുമായിരുന്നു അദ്ദേഹത്തിന്റെ ഉദ്ദേശ്യം. അപ്പോൾ ആ പെടകം അദ്ദേഹത്തിന്റെ ദൃഷ്ടിയിൽപ്പെട്ടു. അദ്ദേഹം അതെടുത്തുകൊണ്ടുവന്ന് തുറന്നു നോക്കി. ദിവ്യമായ പരിശോഭ വഹിക്കുന്നതും ആകർഷകമായ നയനകാന്തിയുള്ളതുമായ ഒരു പെൺകുട്ടിയെ അതിൽ കണ്ട് അദ്ദേഹം ആശ്ചര്യപ്പെട്ടു. ആ മന്ത്രിസത്തമ്മന്റെ മനസ്സിലുള്ളത് അദ്ദേഹം മൃദുവും മധുരവുമായി ആ പെൺകുട്ടിയോട് ചോദിച്ചു, കുഞ്ഞേ, നീയെങ്ങനെ ഈ പെട്ടിക്കുള്ളിൽപ്പെട്ടു? അവൾ മറുപടി പറഞ്ഞു, ഞാൻ കോസലരാജ്യത്തെ രാജകുമാരിയാണ്, പേര് കൗസല്യ. ഞാൻ എങ്ങനെ ഈ പെട്ടിയിൽപ്പെട്ടുവെന്നും ആരാണെന്നെ ഇതിൽ പെടുത്തിയതെന്നും എനിക്കറിഞ്ഞുകൂടാ. ഞാൻ കൂട്ടുകാരികളോടൊത്ത് കൊട്ടാരത്തിലെ ഉദ്യാനത്തിൽ കളിക്കുകയായിരുന്നു. പക്ഷെ പിന്നീട് എനിക്ക് എന്തു സംഭവിച്ചു എന്നെനിക്കറിയുകയുമില്ല. ആ കൊച്ചുകുട്ടിയുടെ സരളവും ആത്മാർത്ഥവുമായ പ്രസ്താവന സുമന്ത്രരുടെ ഹൃദയത്തെ സ്പർശിച്ചു. അദ്ദേഹം പറഞ്ഞു, അപരിഷ്കൃതമായ ഇത്തരം തന്ത്രങ്ങൾ രാക്ഷസന്മാർക്കേയുള്ളൂ. അത് മനുഷ്യരുടെ ബുദ്ധിയിൽ വരികയില്ല. ഞാൻ നിന്നെ നിന്റെ പിതാവിന്റെ സമീപം എത്തിക്കാം. എന്റെ കൂടെ വരൂ. താമസിക്കാതെ നമുക്ക് പോകാം. സുമന്ത്ര രാജകുമാരിയെ തേരിൽ കോസലത്തിലേക്ക് കൊണ്ടുപോയി.
കോസലരാജാവിന് കുട്ടിയെ ഏൽപ്പിച്ച് തനിക്കറിവുള്ള സംഗതികളെല്ലാം രാജസഭയിൽ പറഞ്ഞു. രാജാവ് സുമന്ത്രരെ പല രീതിയിലും ചോദ്യം ചെയ്തു പരിശോധിച്ചു. അയോധ്യ ചക്രവർത്തി ദശരഥന്റെ മന്ത്രിയായ സുമന്ത്രരാണെന്നും കണ്ടുപിടിച്ചു. അദ്ദേഹത്തിന്റെ സ്വാമിയായ ദശരഥൻ അവിവാഹിതനാണെന്നും അറിഞ്ഞു. ഈ വസ്തുതകളെല്ലാം അദ്ദേഹത്തെ വളരെയേറെ ആനന്ദിപ്പിച്ചു. അദ്ദേഹം പറഞ്ഞു, താങ്കൾ എനിക്ക് എന്റെ മകളെ നാശത്തിൽ നിന്നും രക്ഷിച്ച് തിരിച്ചു തന്നു. അതുകൊണ്ട് ഞാൻ അവളെ താങ്കളുടെ സ്വാമിക്ക് തന്നെ വിവാഹം ചെയ്തു കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. ഇക്കാര്യം മഹാരാജാവിനെ അറിയിക്കൂ. അദ്ദേഹം സുമന്ത്രരെ യഥോചിതം ആദരിച്ച് കൊട്ടാരം പുരോഹിതനോടും സമുചിത സമ്മാനങ്ങളോടും കൂടി അയച്ചു.